നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. വട്ടിറപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെടിക്കളം സ്വദേശി തടത്തിൽ ജോബിന്റെ മൃതദേഹമാണ് കല്ലുമുട്ടി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറിയ അധ്യാപകരെ പൂട്ടിയിട്ട് ABVP പ്രതിഷേധം. തകർന്ന നെടുമ്പോയിൽ പേരിയ ചുരം റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ആനമതിൽ നിർമ്മാണത്തിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗം. ആറളം വനാതിർത്തിയിൽ ആറളം ഫാമിനെയും പുനരധിവാസ മേഖലയെയും കാട്ടാനയുടെ ഭീഷണിയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വളയഞ്ചാൽ മുതൽ പൊട്ടിച്ചവാറ വരെ നിർമ്മിക്കുന്ന ആനമതിലിന്റെ നിർമ്മാണത്തിലെ പ്രതിസന്ധി ഉടൻ പരിഹരിക്കണമെന്ന് ഇരിട്ടി താലൂക്ക് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. മതിൽ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. 22 കോടിക്ക് നിർമ്മിക്കാൻ തീരുമാനിച്ച് 50 കോടിക്ക് പ്രവൃത്തി തുടങ്ങി 18 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ തീരുമാനിച്ച പദ്ധതി ഇപ്പോഴത്തെ അവസ്ഥയിൽ 400 കോടി ഉണ്ടായാലും പൂർത്തിയാക്കുമോ എന്നതിൽ സംശയമാണ്. പാവം ആദിവാസികളെ ഇനിയും കുരുതിക്കൊടുക്കണോ? പ്രശ്നത്തിൽ ഇടപെട്ട് സംസാരിച്ച ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. വേലായുധൻ പറഞ്ഞു. നിർമ്മാണ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കണമെന്ന് ആറളം പഞ്ചായത്ത് പ്രസിഡന്റ് KP രാജേഷും പറഞ്ഞു. പൗരസഭയുടെയും ജനപ്രതിനിധികളുടെയും വികാരം ജില്ലാ കളക്ടറെ അറിയിക്കാൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA പൊതുമരാമത്ത് വകുപ്പ് കെട്ടിട നിർമ്മാണ വിഭാഗത്തോട് നിർദ്ദേശിച്ചു. കസ്തൂരിരംഗൻ റിപ്പോർട്ടിൽ ജനങ്ങൾക്കുള്ള ആശങ്ക പരിഹരിക്കണമെന്ന് CPI പ്രതിനിധി പായം ബാബുരാജ് ആവശ്യപ്പെട്ടു. ജനവാസ മേഖലയെയും കൃഷിയിടവും ഒഴിവാക്കിയുള്ള ഗ്രാമപഞ്ചായത്തുകൾ നൽകിയ മാപ്പ് പ്രസിദ്ധപ്പെടുത്തണമെന്ന് വികസന സമിതി ആവശ്യപ്പെട്ടതായി MLA പറഞ്ഞു. ഇത് യോഗം അംഗീകരിച്ചു. എടക്കാനം പാലാപ്പറമ്പ് ഭാഗങ്ങളിൽ അനുഭവിക്കപ്പെടുന്ന വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നും നഗരത്തിലെ പല കെട്ടിടങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ലഹരി വസ്തുക്കളുടെ വിൽപ്പന തടയാൻ എക്സൈസ് വകുപ്പ് പരിശോധന നടത്തണമെന്നും ആവശ്യമുയർന്നു. തൊഴിലുറപ്പ് തൊഴിലാളികളായ ആദിവാസികൾക്ക് നൽകാനുള്ള വേതന കുടിശ്ശിക അനുവദിക്കണമെന്ന് താലൂക്ക് സഭ സർക്കാരിനോട് ശുപാർശ ചെയ്യണമെന്ന് ഇരിട്ടി BDO യോഗത്തിൽ ആവശ്യപ്പെട്ടു. ആറളം ഫാമിൽ സ്ഥിരതാമസമാക്കാത്തവരുടെ പട്ടയം റദ്ദാക്കുമ്പോൾ പരാതിയിലുള്ളവർക്ക് ഇനിയും അപേക്ഷ നൽകാൻ അവസരം ഉണ്ടെന്ന് തഹസിൽദാർ CV പ്രകാശൻ യോഗത്തെ അറിയിച്ചു. റോഡരികിലെ അപകട ഭീഷണിയായ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിലെ കാലതാമസവും കാട്ടാന ശല്യം തടയാൻ നാട്ടുകാർ പണമെടുത്ത് സ്ഥാപിച്ച തൂക്കുവേലി കാട്ടാന തകർത്ത സംഭവത്തിൽ വനം വകുപ്പിന്റെ വിശദീകരണത്തിലും MLA അതൃപ്തി രേഖപ്പെടുത്തി. മാധ്യമങ്ങളിൽ ജനങ്ങളെ ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങൾ വാർത്തയായി വരുമ്പോൾ അതിലെടുത്ത നടപടികൾ വ്യക്തതയോടെ വിശദീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പ് മേധാവികൾക്ക് യോഗത്തിൽ കഴിയണമെന്നും MLA പറഞ്ഞു. ആറളത്ത് മങ്കി മലേറിയ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജനങ്ങളിലുണ്ടായ ഭീതി അകറ്റാൻ നടപടി ഉണ്ടാകണമെന്ന് പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. രോഗം മനുഷ്യരിലേക്ക് പടരുവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. പന്നിപ്പനി ഉണ്ടാകുമ്പോൾ രോഗബാധിതരായ പന്നികളെ കൂട്ടത്തോടെ കൊന്നൊടുക്കുകയും പക്ഷിപ്പനി ബാധിക്കുമ്പോൾ താറാവുകളെ കൊന്നെടുക്കുവാൻ ഉത്തരവിടുന്ന സർക്കാർ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കുരങ്ങുകളെ കൊല്ലാൻ അനുമതി നൽകണമെന്നും കേരള കോൺഗ്രസ് പ്രതിനിധി തോമസ് തയ്യിൽ ആവശ്യപ്പെട്ടു. വനാതിർത്തിയോട് ചേർന്നുള്ള ഗ്രാമങ്ങളിൽ പനിബാധിതരായവർ മലേറിയ പരിശോധന കൂടി നടത്തണമെന്ന് യോഗത്തിൽ പങ്കെടുത്ത പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AK ഹസീന പറഞ്ഞു. എല്ലാ സർക്കാർ ആശുപത്രികളിലെയും ലാബുകളിൽ ഇതിനുള്ള സൗജന്യ പരിശോധനയുണ്ടെന്നും അത് എല്ലാവരും പ്രയോജനപ്പെടുത്തണമെന്നും അവർ പറഞ്ഞു. യോഗത്തിൽ ഇബ്രാഹിം മുണ്ടേരി, ബിബിൻ തോമസ്, SMK മുഹമ്മദ് അലി, EK ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരിട്ടി. നെടുമ്പോയിൽ പേരിയ റോഡ് കോൺഗ്രസ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. ഉപരോധ സമരം KPCC അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. നെടുമ്പോയിൽ പേരിയ ചുരം റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മാണം നടത്തുക, താൽക്കാലിക ബദൽ സംവിധാനം അടിയന്തരമായി പൂർത്തീകരിച്ച് ബസ് ഗതാഗതം പുനരാരംഭിക്കുക, പേരിയ ചുരത്തോടുള്ള അധികൃതരുടെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു വയനാട് തവിഞ്ഞാൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചത്. ഉപരോധ സമരം KPCC അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ടോമി അധ്യക്ഷത വഹിച്ചു. വയനാട് DCC ജനറൽ സെക്രട്ടറി MG ബിജു, ജില്ലാ പഞ്ചായത്ത് അംഗം മീനാക്ഷി രാമൻ, തവിഞ്ഞാൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന പ്രിൻസ്, വാർഡ് മെമ്പർ ജോബി ജോസഫ്, തവിഞ്ഞാൽ മണ്ഡലം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ജെയിംസ് അടപ്പൂർ, സ്റ്റാൻലി നെല്ലിക്കുന്നേൽ, തോമസ് MM തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറി അധ്യാപകനെ പൂട്ടിയിട്ട് ABVP പ്രതിഷേധം. 9ാം ക്ലാസ്സുകാരൻ ആരോമൽ സുരേഷിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടായിരുന്നു പ്രതിഷേധം.
സ്കൂൾ അധികൃതരുടെ ഭാഗത്ത് അതുകൊണ്ടാണ് സാറേ നമ്മളിവിടെ വന്നത്. സ്കൂൾ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ വന്നത്. ഒൻപതാം ക്ലാസ്സുകാരൻ ആരോമൽ സുരേഷ് ആത്മഹത്യ ചെയ്യാനിടയായ സംഭവത്തിൽ കുറ്റക്കാരായ അധ്യാപകർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ABVPയുടെ നേതൃത്വത്തിൽ ശനിയാഴ്ച പ്രതിഷേധമുണ്ടായത്. ഉച്ചയോടെ ABVP പ്രവർത്തകർ സ്കൂളിലേക്ക് മുദ്രാവാക്യം മുഴക്കി എത്തുകയായിരുന്നു. ഇവർ ഓഫീസ് റൂമിലുണ്ടായിരുന്ന അധ്യാപകരെ പൂട്ടിയിട്ടു. തുടർന്ന് മുദ്രാവാക്യം വിളിച്ച് ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു. വിവരമറിഞ്ഞ് ആറളം പോലീസും സ്ഥലത്തെത്തി. കാര്യങ്ങൾ പറഞ്ഞ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടും നടന്നില്ല. ഒരു മണിക്കൂറല്ല സാർ. കഴിഞ്ഞ വെള്ളിയാഴ്ച നടന്ന ചില്ല് പൊട്ടിയ സംഭവത്തിലാണ് ചൊവ്വാഴ്ച അധ്യാപകൻ വന്നിട്ട് വിദ്യാർത്ഥിയോട് മോശമായിട്ട് പെരുമാറുന്നത്. അതിനുശേഷം അച്ഛൻ PTA കമ്മിറ്റി മെമ്പറാണ്. അച്ഛൻ എന്തുകൊണ്ട് അറിയിച്ചില്ല? സഹപാഠികളാണ് നോക്കാം. പൈസ തന്നിട്ടില്ലെങ്കിൽ വീട്ടിൽ പറയുന്ന പറയാ. ഒരു ഹെഡ് മാഷ് അതാണ് പറയേണ്ടത്. എന്നിട്ട് ചാനലിൽ വന്നിരുന്നിട്ട് ആള് ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യവും ശരിയല്ല. ഇവിടെ ഇത്രയും ദിവസമായിട്ട് വീട്ടിൽ പോലും പോകാണ്ട് സാറേ. അത് ശരിയാണോ സാറേ? അത് ശരിയാണോ? എന്നിട്ട് ഇവിടെ എന്നാ പറഞ്ഞത്? ഒരു കുട്ടി സാധാരണഗതിയിൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി സുഖമില്ലാണ്ട് മരിച്ചാൽ പോലും ആ സ്കൂളിന് ഒരു ദിവസത്തെ അവധി എന്താ പറയാ? ആ വിദ്യാർത്ഥിയെ 14 വയസ്സുള്ള ഒരു വിദ്യാർത്ഥി, പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ മാനസികാവസ്ഥ. സ്വന്തം ബെഞ്ചിലിരിക്കുന്ന പഠിക്കുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ ഇവർ തടഞ്ഞു പോവില്ലേ? എന്നിട്ട് അതൊന്നും ചെയ്യാണ്ട് ഇവര് ഇന്നിവിടെ കൂടിയിട്ടുണ്ട്. ഒന്നിക്കൽ ആ വിദ്യാർത്ഥിന്റെ വീട്ടിൽ പോയിട്ട് ഇവരിത് ചെയ്തിനെങ്കിലില്ല, അതുപോലും പ്രശ്നമില്ല. ഒരു ദിവസം സാറേ നമ്മളെ കൂടെയുള്ള അച്ഛനെ കണ്ടുപോക്ക്. 2 വർഷമായിട്ട് അമ്മ ഗൾഫില. ഓണത്തിന് വരാൻ വേണ്ടി ടിക്കറ്റ് ബുക്ക് ചെയ്ത് വന്ന സമയത്ത് മരിച്ച പോലെ കാണുന്നു. ഇതെല്ലായിട്ട് ഇവർക്ക് നമ്മളൊന്നുമില്ല, നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കുന്ന രീതിയിലല്ലോ. ഒടുവിൽ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിൽ കൊണ്ടുപോവുകയായിരുന്നു.
കേന്ദ്ര പ്രവർത്തക സമിതി അംഗം NCT ശ്രീഹരി, ABVP കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജിബിൻ രാജ്, ജില്ലാ സെക്രട്ടറി P അശ്വിൻ, ജില്ലാ സമിതി അംഗം കിരൺ, നഗരസമിതി അംഗങ്ങളായ യദു, വിഷ്ണുപ്രസാദ്, അശ്വന്ത്, അനിരുദ്ധ് എന്നിവർ സമരത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. ഇരിട്ടി വട്ടിറപ്പുഴയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. ചെടിക്കുളം സ്വദേശി തടത്തിൽ ജോബിന്റെ മൃതദേഹമാണ് കല്ലുമുട്ടിപ്പുഴയിൽ കണ്ടെത്തിയത്. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് സുഹൃത്തുക്കൾക്കൊപ്പം ചെടിക്കുളം സ്വദേശി തടത്തിൽ ജോബി വട്ടിറയിലുള്ള തോണിക്കടവിലെത്തുന്നത്. വൈകിട്ട് 4 മണിയോടെ സുഹൃത്തുക്കളെല്ലാം മടങ്ങിയെങ്കിലും ജോബിൻ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു എന്നാണ് ഒപ്പമുണ്ടായിരുന്നവർ പോലീസിനോട് പറഞ്ഞത്. രാത്രിയായിട്ടും ജോബിൻ വീട്ടിൽ എത്താതായതോടെ ബന്ധുക്കൾ ഉൾപ്പെടെ അന്വേഷണം ആരംഭിച്ചു. ഇതിനിടയിലാണ് ജോബിന്റെ വസ്ത്രങ്ങൾ ഉൾപ്പെടെ വട്ടിറയിലുള്ള തോണിക്കടവിൽ അഴിച്ചുവെച്ച നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ ജോബിൻ പുഴയിൽ പോയതാകാം എന്ന സംശയത്തിൽ പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും തിരച്ചിൽ നടത്തി. ഇതിനിടയിലാണ് കല്ലുമുട്ടിപ്പുഴയിൽ ജോബിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇരട്ടി CI A കുട്ടികൃഷ്ണന്റെ നേതൃത്വത്തിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹ പരിശോധനയ്ക്കായി പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സൗമ്യയാണ് ഭാര്യ. ജോഷുവ മകനും. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണന കേന്ദ്രം പേരാവൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ചു. പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കൺസ്യൂമർ ഫെഡിന്റെ ഓണം വിപണന കേന്ദ്രം പേരാവൂർ ത്രിവേണി സൂപ്പർ മാർക്കറ്റിൽ ആരംഭിച്ചു. പേരാവൂർ പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലുടനീളം 1500 ഓണച്ചന്തകൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. കൺസ്യൂമർ ഫെഡിൻ്റെ നേതൃത്വത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ 13 ഇന സാധനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ സബ്സിഡി നിരക്കും അതോടൊപ്പം തന്നെ എല്ലാത്ത സാധനങ്ങൾക്ക് 60-40% സബ്സിഡി നിരക്കിലുമാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. കേരളത്തിൽ 1500 ഓണച്ചന്തകൾ എന്ന് പറയുമ്പോൾ തന്നെ ഇത് ഇന്ന് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് 14-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഡേറ്റുകളുള്ള. 14-ാം തീയതി വരെയാണ്, ഉത്രാടം നാൾ വരെ ഇത് നീളാനാണ് സാധ്യത. അപ്പം ഏറ്റവും ഉപഭോക്താക്കൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ ഈ ഓണച്ചന്ത അനുവദിച്ച സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. 13 ഇനം നിത്യോപയോഗ സാധനങ്ങളാണ് സബ്സിഡി നിരക്കിൽ വിൽക്കുന്നത്. 1 കിലോയ്ക്ക് വ്യത്യസ്ത ഇനങ്ങളായ അരി ജയ 29 രൂപ, കുറുവ 30 രൂപ, കുത്തരി 30 രൂപ, പച്ചരി 26 രൂപ, പഞ്ചസാര 27 രൂപ, വെളിച്ചെണ്ണ 500 ഗ്രാമിന് 55 രൂപ, ചെറുപയർ 92 രൂപ, വൻകടല 69 രൂപ, ഉഴുന്നുബോൾ 95 രൂപ, വൻപയർ 75 രൂപ, തുവരപ്പരിപ്പ് 111 രൂപ, മുളക് ഗുണ്ടൂർ 500 ഗ്രാമിന് 75 രൂപ, മല്ലി 500 ഗ്രാമിന് 39 രൂപ എന്നിങ്ങനെയാണ് സബ്സിഡി സാധനങ്ങളുടെ നിരക്ക്. ഈ മാസം 14 വരെയാണ് ഓണം വിപണി പ്രവർത്തിക്കുക. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച്. പോലീസ് സ്റ്റേഷന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത്. ഇരിട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. ഇരിട്ടി പോലീസ് സ്റ്റേഷന് മുന്നിൽ ഇരിട്ടി CI A കുട്ടികൃഷ്ണന്റെ നേതൃത്വത്തിൽ മാർച്ച് തടഞ്ഞു. ക്രിമിനൽ പോലീസും മാഫിയ മുഖ്യനും എന്ന മുദ്രാവാക്യമുയർത്തിയായിരുന്നു മുസ്ലിം യൂത്ത് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ച്. മാർച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നസീർ നെല്ലൂർ ഉദ്ഘാടനം ചെയ്തു.
അവരാൽ കഴിയുന്ന രീതിയിൽ രാജ്യത്ത് വരുന്ന സംസ്ഥാനത്തുള്ള തന്റെ മുമ്പിലേക്ക് വരുന്ന പരാതിക്കാരെ ഏതെല്ലാം വിധത്തിൽ ഉപയോഗപ്പെടുത്താമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലമായി കേട്ടുകൊണ്ടിരിക്കുന്നതാണ് സ്വർണ്ണക്കടത്ത്, കള്ളക്കടത്ത്. വ്യാപകമായ രീതിയിൽ കേരളത്തിനകത്ത് കള്ളക്കടത്ത് നടക്കുന്നു. ഓരോ എയർപോർട്ട് കേന്ദ്രീകരിച്ചും വ്യാപകമായ രീതിയിൽ സ്വർണ്ണക്കടത്ത് നടക്കുന്നു. നമുക്കറിയാം, ഈ സ്വർണ്ണക്കടത്തുകൾ നടക്കുമ്പോൾ അതിലെല്ലാം പിടിക്കപ്പെടുന്ന സ്വർണ്ണങ്ങൾ പകുതിയിലധികവും പോലീസുകാരുടെയും കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെയും നിയന്ത്രണത്തിലേക്ക് മാറുന്നു എന്നത് ഈ കേരളം കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ചർച്ചാ വിഷയമാണ്. പക്ഷേ ഈ രാജ്യത്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും അതിന് നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ ഗുണ്ടാ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന് ചെറുപ്പകാലം മുതൽ ഇന്ന് വരെ കൊണ്ടുവന്നിട്ടില്ല ഗുണ്ടായുധത്തിന് മറവിൽ മറച്ചു വെക്കാൻ ശ്രമിച്ചു. ഇത് തൊഴുത്തിൽ തന്നെ കൂട്ടുവന്നപ്പോ സ്വന്തം കൂട്ടത്തിലെ ആളുകൾ തന്നെ വിളിച്ചു പറയുന്ന ഒരു സാഹചര്യം വന്നപ്പോ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ വാർത്താ മാധ്യമങ്ങൾ, കേരളത്തിലെ പൊതുസമൂഹം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫവാസ് പുന്നാട് അധ്യക്ഷത വഹിച്ചു. KP അജ്മൽ, MM മജീദ്, O ഹംസ, സിറാജ് പൂക്കോത്ത്, MK മുഹമ്മദ്, KP റംഷാദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. AT രാമചന്ദ്രൻ മെമ്മോറിയൽ BPL പാസ് ബാഡ്മിന്റൺ ലീഗ് തൊണ്ടിയിൽ നടന്നു. പേരാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജാൻസി മാത്യു ഉദ്ഘാടനം ചെയ്തു. AT രാമചന്ദ്രൻ മെമ്മോറിയൽ BPL പാസ് ബാഡ്മിന്റൺ ലീഗ് സീസൺ 1 തൊണ്ടിയിൽ പാസിൽ വെച്ച് നടന്നു. AT രാമചന്ദ്രന്റെ ഓർമ്മയ്ക്കായി വൃക്ഷത്തൈ നട്ടുകൊണ്ടായിരുന്നു പരിപാടികൾക്ക് തുടക്കമായത്. പാസ് ബാഡ്മിന്റൺ ലീഗ് പാസ് പ്രസിഡന്റ് ടോമി ജോസഫിന്റെ അധ്യക്ഷതയിൽ പേരാവൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ ജാൻസി മാത്യു ഉദ്ഘാടനം ചെയ്തു. ലാഭേച്ഛ ഇല്ലാണ്ട് നടത്തുന്ന ഒരു സംരംഭമാണ്. കേരളത്തിനകത്തും പുറത്തും നിരവധി കുട്ടികൾ അവിടെ വന്ന് പഠിച്ച് സർവീസിൽ കയറുന്നുണ്ട്. അത് നമ്മുടെ പേരാവൂർ തൊണ്ടി ഗ്രാമത്തെ സംബന്ധിച്ച് നമുക്ക് അഭിനന്ദനാർഹമാണ്. അതുപോലെ നമ്മൾ ആ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ പാസ് എന്ന് പറഞ്ഞാൽ. നിങ്ങൾ പറഞ്ഞു 2014 ആരംഭിച്ചതാണ്. അപ്പോൾ 10 വർഷമായി വളരെയധികം പുരോഗതി ഉണ്ടായിരുന്നു. എനിക്കറിയാം, എൻ്റെ വീടിൻ്റെ അടുത്ത ഏറ്റവും അയൽവാസിയാണ് ഞാൻ. അന്ന് കാണുന്ന പോലെയല്ല ഇപ്പോൾ ഇതിനകത്ത് കാണുന്നത്. അതായത് നമ്മുടെ കുട്ടികൾ ഇതിലൂടെ പഠിച്ച് വളരണം. നമ്മുടെ കുട്ടികൾ വിദ്യാഭ്യാസം മാത്രം പോലെ അത് കായിക വിദ്യാഭ്യാസത്തിലൂടെ മുന്നിൽ നൽകിയെങ്കിൽ നമ്മുടെ കുട്ടികൾ ശരിക്കും ആരോഗ്യവന്മാരല്ല ആരോഗ്യവതികളായ കുട്ടികളായി മാറുള്ളൂ. പാഠപുസ്തകത്തിലൂടെ മാത്രം പഠിക്കുന്നത് കൊണ്ട് നമ്മുടെ കുട്ടികൾ എവിടെ എത്താൻ പോകുന്നില്ല. കാരണം പാഠപുസ്തകം മാത്രം പഠിച്ച് വളരുന്ന കുട്ടി ജീവിതത്തിൽ ജയപരാജയങ്ങളെ മനസ്സിലാക്കാൻ അവന് സാധിക്കുകയില്ല. ജീവിതത്തിൽ ജയവും അതുപോലെ തോൽവിയും ഉണ്ടാകും. അതിനെ ആസ്വദിക്കാൻ അവനെ പഠിപ്പിക്കണം. അത് ഈ കായിക വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന പേരൻസ് ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നതല്ല, എനിക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമ്മുടെ കുട്ടികൾ നമ്മുടെ അയൽവാസി കുട്ടികളുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പാടില്ല. നമ്മുടെ കുട്ടികൾക്ക് കായികമായിരിക്കും മറ്റ് വിദ്യാഭ്യാസം അവരെ പുസ്തകം വായിച്ച് പഠിക്കുന്നതിനേക്കാളും അവർക്ക് കഴിവ് കായികം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കളിയിലാണ് പ്രാവീണ്യമെങ്കിൽ നിങ്ങൾ അത് വളർത്തിക്കൊണ്ട് വരികയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് അയൽവാസികളെ കുട്ടികളെ താരതമ്യം ചെയ്ത് നമ്മുടെ കുട്ടികളെ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്. ഇന്നിപ്പോൾ കാണാൻ കഴിഞ്ഞ ദിവസം 13 വയസ്സുള്ള ഒരു കുട്ടി ചെയ്തു. ചടങ്ങിൽ റിട്ടയർഡ് CAയും മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡൂറൻസ് അക്കാദമി ചെയർമാനുമായ MC കുട്ടിയച്ചനെ ആദരിച്ചു. പാസ് ഭരണസമിതി അംഗം സുനിൽകുമാർ, MC കുട്ടിയച്ചൻ, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ രാജു ജോസഫ്, KV ബാബു, പോൾ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോളയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കോളയാട് പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ കോളയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു. KPCC അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കോളയാട് മണ്ഡലം കമ്മിറ്റി കോളയാട് പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോളയാട് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തിയ പ്രവർത്തക കൺവെൻഷൻ KPCC അംഗം രാജീവൻ എളയാവൂർ ഉദ്ഘാടനം ചെയ്തു. പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവായി തിരിച്ചു വരാൻ ശ്രീ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചത് കഠിനാധ്വാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടാണ് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ആത്മവിശ്വാസമാണ്. നമുക്ക് പാർലമെന്റിനകത്ത് കോടതിയാകും, നമുക്ക് ജയിലിൽ, നമുക്ക് കണ്ണൂർ ജില്ലകളിലത്ത് കേസുകാരുണ്ട്. മണ്ഡലം പ്രസിഡന്റ് സാജൻ ചെറിയാൻ അധ്യക്ഷത വഹിച്ചു. റോയ് പൗലോസ്, DCC സെക്രട്ടറി സിജി തങ്കച്ചൻ, രാഘവൻ മാസ്റ്റർ കാഞ്ഞിരോളി, MJ പാപ്പച്ചൻ മാസ്റ്റർ, KM രാജൻ, KV ജോസഫ്, ബിജു കാപ്പാടൻ തുടങ്ങിയവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, പേരാവൂർ. ഉളിയിൽ സുന്നി മജ്ലിസ് സ്ഥാപനത്തിന്റെ 33ാം വാർഷിക സമ്മേളന പ്രഖ്യാപനം ഞായറാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഉളിയിൽ സുന്നി മജ്ലിസ് സ്ഥാപനത്തിന്റെ 33ാം വാർഷിക സമ്മേളന പ്രഖ്യാപനം ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് മജ്ലിസ് നഗറിൽ അഖിലേന്ത്യാ ജയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വെൽച്ചർ പ്ലാറ്റ്ഫോമിലൂടെ നിർവഹിക്കും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ C മുഹമ്മദ് ഫൈസി പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഉളിയിൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മജ്ലിസിന് കീഴിൽ വിവിധ പ്രദേശങ്ങളിൽ പള്ളികൾ, മദ്രസകൾ, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, വനിതാ കോളേജ്, ഖുറാൻ പ്രീ പ്രൈമറി സ്കൂൾ എന്നിവ നടത്തുന്നതായും സ്വാഗത സംഘം ഭാരവാഹികളായ അഷറഫ് സഖാഫി കടാച്ചിറ, ഷാജഹാൻ മിസ്ബാഫി, സമീർ ഹുമൈദി, K സാദിഖ് എന്നിവർ പറഞ്ഞു. ഉളിയിൽ സുന്നി മജ്ലിസിൻ്റെ 33ാം വാർഷിക സമ്മേളനത്തിൻ്റെ പ്രഖ്യാപനം നാളെ വൈകുന്നേരം 5 മണിക്ക് ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തിയും മജ്ലിസ് സ്ഥാപനങ്ങളുടെ പ്രസിഡൻറ്റുമായ സുൽത്താനുൽ ഉലമ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വെർച്വൽ പ്ലാറ്റ്ഫോമിലൂടെ നിർവഹിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന പരിപാടിയിൽ കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ, മജ്ലിസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് C മുഹമ്മദ് ഫൈസി പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. തുടർന്ന് കേരള മുസ്ലിം ജമാഅത്ത്, SYS, SSF, സുന്നി ജമിയത്തുൽ മുഅല്ലിമീൻ, സുന്നി മാനേജ്മെൻറ്റ് അസോസിയേഷൻ തുടങ്ങിയ സംഘടനകളുടെ ജില്ലാ സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. പരിപാടിയിൽ 7 മണിക്ക് ശേഷം നടക്കുന്ന ആത്മീയ സമ്മേളനം കേരളത്തിലെ ആത്മീയ രംഗത്ത് നിറസാന്നിധ്യമായ മദനിയം മജ്ലിസ് പരിപാടി സംഗമം നടക്കുകയാണ്. പ്രസ്തുത പരിപാടിയിൽ മലയോര മേഖലയിലെ നൂറുകണക്കിന് വിശ്വാസികൾ, സംഘടനാ പ്രവർത്തകർ, മജ്ലിസിൻ്റെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സഹകരിക്കുന്നവർ, നാട്ടുകാർ സംഗമിക്കുകയാണ്. മജ്ലിസ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലം മലയോര മേഖലയിലെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക, വൈജ്ഞാനിക രംഗത്ത് സ്തുത്യർഹമായ സേവനങ്ങളാണ് അർപ്പിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മജ്ലിസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂള് പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം രംഗത്ത് അവരെ ഉയർത്തുന്നതിൻ്റെ ഭാഗമായി മലയോര മേഖലയിൽ ആദ്യമായി തുടങ്ങിയ വുമൺസ് കോളേജ് ഡിഗ്രി തലം വരെയുള്ള വിദ്യാഭ്യാസം നൽകുകയാണ്. അതുപോലെ ദഅവ കോളേജ്, ഖുർആൻ സ്റ്റഡി സെൻറ്റർ തുടങ്ങിയ സ്ഥാപനങ്ങൾ മജ്ലിസിൻ്റെ കീഴിൽ പ്രവർത്തിക്കുകയാണ്. ഓക്കെ. ന്യൂസ് ബ്യൂറോ, ഇരട്ടി. കൊട്ടിയൂർ വ്യാസ ഫൈനാൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പശ്ചിമഘട്ട ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമോ, ആശങ്കകൾ, കാരണങ്ങൾ, പരിഹാരങ്ങൾ എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മൊഴിയരങ്ങ് സംവാദം നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ വ്യാസ ഫൈനാൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പശ്ചിമഘട്ട ദുരന്തങ്ങൾ മനുഷ്യനിർമ്മിതമോ, ആശങ്കകൾ, കാരണങ്ങൾ, പരിഹാരങ്ങൾ എന്നീ വിഷയങ്ങൾ കേന്ദ്രീകരിച്ച് മൊഴിയരങ്ങ് സംവാദം സംഘടിപ്പിച്ചു. വ്യാസ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി കൊട്ടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം ഉദ്ഘാടനം ചെയ്തു. കാലാവസ്ഥ വ്യതിയാനത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ മനുഷ്യൻ കാരണമാണെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാം, ആർക്കെങ്കിലും ബാധിക്കുന്നെങ്കിൽ പറഞ്ഞു വെക്കാം. പക്ഷേ അല്ല, നമ്മളാരെങ്കിലും ഇവിടെ ഇരുന്ന് പണിയെടുത്തുകൊണ്ടാണോ കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നത്? ഡൽഹിയിൽ ശുദ്ധമായി കിട്ടാത്തതിന് കുഴപ്പം പശ്ചിമഘട്ട മലനിരകളിലെ ആൾക്കാർ ഏതെങ്കിലും തരത്തിലുള്ള രീതിയിലുള്ള പ്രവർത്തനം നടത്തിയതിൻ്റെ ഭാഗമാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അപ്പോൾ പശ്ചിമഘട്ട മലനിരകളിൽ താമസിക്കുന്നു എന്നതിൻ്റെ പേരിൽ നമ്മളേതാണ്ട് ക്രൂശിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പന്തുരുത്തിയിൽ അധ്യക്ഷത വഹിച്ചു. പരിഷത്ത് സംസ്ഥാന സമിതി അംഗം വിനോദ് കുമാർ, ജിൽസൺ മേക്കൽ, വിൽസൺ വടക്കയിൽ, PJ ദേവസ്യ, OM കുര്യാച്ചൻ, EJ അഗസ്റ്റിൻ, KP പസന്ത്, റിജോയ് M, KR വിദ്യാനന്ദൻ, അനൂപ് ഈന്തുങ്കൽ, CA രാജപ്പൻ മാസ്റ്റർ, VC ജെയിംസ്, ജോണി മുത്തനട്ട് എന്നിവർ സംസാരിച്ചു. ഹൈവിഷൻ ന്യൂസ്, കേളകം.
കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഹോമിയോപ്പതി വകുപ്പ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ഹോമിയോ വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരള സർക്കാർ ആയുഷ് വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ കേരളം, ഹോമിയോപ്പതി വകുപ്പ്, പേരാവൂർ ഗ്രാമപഞ്ചായത്ത് ഗവൺമെൻറ് ഹോമിയോ ഡിസ്പെൻസറി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ഹോമിയോപ്പതി വയോജന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത്. പേരാവൂർ MPUP സ്കൂളിൽ വെച്ച് നടന്ന ക്യാമ്പ് പഞ്ചായത്ത് അംഗം M. ശൈലജ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. സീനിയർ സിറ്റിസൺ മേഖലാ സെക്രട്ടറി MR. വിജയൻ അധ്യക്ഷനായി. ഹോമിയോ ഡിസ്പെൻസറി ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുധീര A, പഞ്ചായത്ത് അംഗം നൂറുദ്ദീൻ മുള്ളേരിക്കൽ, പേരാവൂർ MPUP സ്കൂൾ അധ്യാപിക സജിത വേലായുധൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ജിതേഷ് AP ബോധവൽക്കരണ ക്ലാസ് എടുത്തു. ഷൈമ KM യോഗ പരിശീലനം നൽകി. ക്യാമ്പിൽ സൗജന്യ രക്തപരിശോധന നടന്നു. കണ്ണുകൾ അടച്ചിങ്ങനെ വെക്കും. എന്നിട്ട് ഒരു മെഡിറ്റേഷൻ മോഡിൽ ഇരുന്നാണ് നമ്മൾ ആദ്യം യോഗ തുടങ്ങും. ഇത് നമ്മളെന്ത് ചെയ്യുന്നത്, കുറച്ച് നേരം കണ്ണുകൾ അടച്ചു വെച്ചതുകൊണ്ട് നമ്മൾ കൈ നന്നായി റബ്ബ് ചെയ്യും. ഇങ്ങനെ കൂട്ടിത്തിരുമ്പിച്ചാൽ നമ്മൾ കണ്ണ് തുറക്കാം. കൈകൾ പവർ ചെയ്ത് കൊടുക്കും. കൈ രണ്ടും കൂടെ കണ്ണ് പവർ ചെയ്ത് കൊടുത്ത് ഇങ്ങനെയാണ് നമ്മൾ കണ്ണ് തുറക്കാം. അതൊരു ആദ്യം നമ്മൾ യോഗ തുടങ്ങുന്നതിന് മുമ്പിൽ ഒരു മെഡിറ്റേഷൻ മുമ്പിൽ നമ്മുടെ മനസ്സും ശരീരവും ഇടപെടണം. നമ്മുടെ ശരീരം മാത്രം ഉണ്ടാക്കിയ യോഗയുടെ കാര്യമുണ്ടാകും. മനസ്സും ശരീരം ഒന്നാകാൻ വേണ്ടിയാണ് നമ്മൾ യോഗ ചെയ്യുന്നത്. അപ്പോൾ ഒരു മെഡിറ്റേഷൻ മുമ്പിൽ നിന്ന് നമ്മുടെ മനസ്സും ശരീരവും കൂടെ എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ, യോഗ ചെയ്യാൻ പറ്റും. അത് നമ്മൾ ആദ്യം ചെയ്ത് മെഡിറ്റേഷൻ മുമ്പിൽ നിന്ന് അപ്പാടെ ആസനങ്ങളിലേക്ക് കടക്കുകയല്ല. ന്യൂസ് ബ്യൂറോ, പേരാവൂർ. CPM നാൽപ്പാടി ബ്രാഞ്ച് സമ്മേളനം പേരാവൂർ ഏരിയ കമ്മിറ്റി അംഗം K. സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. TK മഹിജ, KP സുരേഷ് കുമാർ, P. പ്രഭാകരൻ, വിജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. മുന്നോട്ട് പോകണമെങ്കിൽ ലോക സംഭവങ്ങൾ എങ്ങനെ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ജീവിതത്തെയും ചിന്തയും അവ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ള കാര്യം നാം വിശദമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ലോകത്തിലെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ വിശദമായി ചർച്ച ചെയ്യുന്നത്. എല്ലാറ്റിനെയും പരസ്പര ബന്ധത്തിലും അതിൻ്റെ മാറ്റത്തിലും കാണുന്ന നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരമൊരു സമീപനം നാമപ്രധാനമാണ്. മുതലാളിത്തം മണ്ണിനെയും മനുഷ്യനെയും ചൂഷണം ചെയ്യുന്ന വ്യവസ്ഥയാണെന്നും അതിന് അനുയോജ്യമായ വിധം സാങ്കേതിക വിദ്യ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നും പേരാവൂർ AS നഗർ നോർത്ത് ബ്രാഞ്ച് സമ്മേളനം PV പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. V. ബാബു മാസ്റ്റർ, K. പ്രഭാകരൻ, C. സനീഷ്, രജീഷ് PS, A. ബിജു തുടങ്ങിയവർ സംസാരിച്ചു. പൊങ്ങുക പൊങ്ങുക വാനിലെ കാശൂലി, വർഗത്തെ ഓർമ്മയിൽ കൊള്ളിപ്പാൻ എന്തിനാണെന്നോ ദാരിദ്ര്യം നശിപ്പിക്കാൻ, മർദ്ദനത്തോട് പാടപൊരുതാൻ, കർഷകന്മാരെ തൊഴിലാളി വർഗമേ, ചൂഷിതന്മാരെ ദരിദ്രന്മാരെ, വന്നു താടിക്കുകി ചെങ്കോടി കീഴിൽ നാം,
ഒന്നു തയ്യാറായി പുറപ്പെടണം പൊങ്ങുക പൊങ്ങുക വാനിലെ കാശുനി മംഗള രക്തപാതക മേൽമേൽ ചരമം ഇരിട്ടി മുണ്ടയാമ്പറമ്പ് കമ്പനി നിരത്തിലെ പുത്തൻപുരക്കൽ ഹൗസിൽ കെ നിരഞ്ജന അന്തരിച്ചു. 29 വയസ്സായിരുന്നു. പരേതനായ കൊമ്പൻ രാജൻ്റെയും കെ ഷീബയുടെയും മകളാണ്. ഭർത്താവ് കെ ജിതേഷ്, സഹോദരൻ നിരഞ്ജൻ. പ്രധാന വാർത്തകൾ വീണ്ടും. വട്ടിയറപ്പുഴയിൽ കാണാതായ യുവാവിൻ്റെ മൃതദേഹം കണ്ടെത്തി. ചെടിക്കളം സ്വദേശി തടത്തിൽ ജോബിൻ്റെ മൃതദേഹമാണ് കല്ലുമുട്ടി പുഴയിൽ നിന്നും കണ്ടെത്തിയത്. വെളിമാനം സെന്റ് സെബാസ്റ്റ്യൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ കയറി അധ്യാപകരെ പൂട്ടിയിട്ട് ABVP പ്രതിഷേധം. തകർന്ന നെടുമ്പോയിൽ പേരിയാച്ചുരൻ റോഡ് യുദ്ധകാലാടിസ്ഥാനത്തിൽ പുനർനിർമ്മാണം നടത്തണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.